നമ്മുടെ ഗുരുവായൂർ യാത്ര അവസാനം എത്തി നിൽക്കുന്നത് വയനാടാണ്. ഇപ്പം നമ്മളുള്ളത് വൈത്തിരി ഫാമിലാണ് കേട്ടോ. ചെന്ന വഴിയെ ഒരു പാമ്പിനെ എടുത്ത് കയ്യിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഞാൻ അതിനെ പയ്യെ തൊട്ട് വന്നപ്പം എൻ്റെ പേടിയെല്ലാം പോയി എന്ന് പറയാം. ചെറിയ ഒരു ക്യൂട്ടാന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിനെ കയ്യിൽ പിടിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിജേഷും എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങനെ നിർബന്ധിച്ച് അവസാനം ഞാനും എടുത്ത് കഴുത്തേലിടാമെന്ന് വിചാരിച്ചു. വിജേഷൊക്കെ അതാ കൂളായിട്ട് വന്നിട്ട് കഴുത്തേലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണം. ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞു പിള്ളേരെല്ലാം വന്നിട്ടേ അതിനെടുത്ത് കഴുത്തേലോട്ട് ഇടുവാണ് കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാനും എടുത്ത് കഴുത്തേലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ വെച്ചപ്പോഴേ നല്ല തണുപ്പാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ആ പയ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പാമ്പിനിട്ട് ഞാൻ നോക്കൂല, കടിക്കാൻ വന്നാൽ രക്ഷിക്കണമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേടി കണ്ടിട്ട് കടിക്കൂല ചേച്ചിനെ കടിക്കുവാണെങ്കിൽ ഈ പാമ്പിനെ മൊത്തം ഞാൻ ചേച്ചിക്ക് തന്നേക്കാം, ഒരു പാമ്പിന് 1,00,000 രൂപയാണ് അത്ര വില. അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നോട് ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞനും അമ്മയും കൂടി ഇരുന്ന് കുഞ്ഞു പിള്ളേരാടണ കുഞ്ഞു ഊഞ്ഞാലെ ആട്ടത്തോടാട്ടം. അവളിപ്പോഴും വളർച്ച എവിടെയോ മുരടിച്ചു വേണ്ട, അപ്പുറത്ത് നല്ല വലിയ ഊഞ്ഞാലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മൃഗത്തിനെ പാടുപെട്ട് പ്രലോഭിപ്പിച്ചാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാട്ടോ എനിക്ക് തോന്നിയത് ഈ ഫാമിൽ. അത് കണ്ടോ, അതേ ഒരു കുഞ്ഞ്, അതെന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. കുഞ്ഞു കുരങ്ങിനെ പോലെയൊക്കെ ഇരിക്കണം, നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ പുന്നാരിക്കാൻ തോന്നും, അയ്യോടാ ചുച്ചു. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് കൈയൊക്കെ വെച്ചൊക്കെ നോക്കിയപ്പോൾ അത് നമ്മളോട്ട് ഭയങ്കര കൂട്ട് പോലെ തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് നോക്കുമ്പോഴാണ് കൈ വെക്കരുത് കടിക്കും എന്ന് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മേലോട്ട് നോക്കുമ്പോഴാണ് നിറയെ ആ ജീവികൾ. എന്തെന്നാ കുരങ്ങല്ല, വേറെ എന്ത് സാധനം അതുങ്ങൾ ഇരിക്കണം കേട്ടോ. ഇതുങ്ങൾ നമ്മളെ കാണുമ്പോൾ ചാടി ആ ഗ്രില്ലിൻ്റെ മേളിലോട്ട് വരും കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഒരു വെള്ള ഗിനിപ്പിഗില്ലേ, ഗിനിപ്പിഗിൻ്റെ വലിയൊരു സംഭവം. അതിൻ്റെ പേരെന്തെന്ന് ആമി എന്തോ പേരൊക്കെ പറയുന്നുണ്ട്, വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട് എന്താണെന്നൊന്നും കൂടുതൽ ചോദിക്കാൻ മൈൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഒരെണ്ണം നല്ല ഉറക്കായിരുന്നു, ഒരെണ്ണം കണ്ണും വീഴ്ച നമ്മളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയപ്പം ഇഗ്വാനകൾ. ഇത്ര ഇഗ്വാനേനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒന്നിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇഗ്വാനേനെ കണ്ട് ഇങ്ങനെ കുളിരണിഞ്ഞ് നിൽക്കുവാണ്. പല കളർ പല വെറൈറ്റി ഇഗ്വാനകൾ, പിന്നെ കുറേ താറാവുകൾ. എന്ന് ഒരു കിളിക്കൂട്ടിലോട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ. കിളിക്ക് നമുക്ക് ഫുഡെല്ലാം കൊടുക്കാം, അവർ വന്ന് നമ്മുടെ മേത്തെല്ലാം ഇരിക്കും. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഭയങ്കര ചെറുപ്പം തൊട്ട് എൻ്റെ കൈ കയറി ഇരിക്കണതാണ് കേട്ടോ. ആര് വിളിച്ചിട്ടും പോകുന്നില്ല. അവസാനം ബലം പിടിച്ചിട്ടാണ് ആ പയ്യൻ അതിനങ്ങ് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് എനിക്ക് തന്നു വിടുമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി വേണേ ഇവിടെ നിന്നോ, കിളീനെ തന്നു വിടാൻ പറ്റൂലെന്ന് അവൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അവൻ വലിച്ചു പറിച്ച് അതിനങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ഏതോ കിളിയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അതിനെന്നെ വിടാൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ കിളീനെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. സാധാരണ മഴ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മഴ എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല, കാരണം മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ വന്നപ്പോഴേക്കും അതിനകത്ത് പെർസെൻറ്റ് എന്തെന്നാ അങ്ങനെ കണ്ട പേര് ആ സംഭവം അതിനൊക്കെ കണ്ട് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് മീനിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. നമ്മൾ അന്ന് വാഗമൺ പോയപ്പോൾ കണ്ടില്ലേ കാർപ്പ്, ആ മീനായിരുന്നേ. പക്ഷെ അത്ര വലിപ്പമില്ല, എന്നാലും കൊള്ളായിരുന്നു. കുഞ്ഞനാദ്യം പേടിയായിരുന്നു. പിന്നെ ഞാൻ ധൈര്യത്തോടെ കയ്യങ്ങ് ഇടണം കണ്ടപ്പം അവൾ വന്ന് കയ്യെല്ലായിട്ട് മീൻ ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നല്ല മഴയായിരുന്നേ. എന്തായാലും വയനാട് വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് വരണം കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ അതേ ഒരു ആട്, ഇത് എന്താ ആടാണ്, ആടിന് പുല്ല് കൊടുക്കാൻ കുഞ്ഞു പിള്ളേരുടെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഞാനൊരു പുല്ലും പിടിച്ചോണ്ട് നിന്നതാണ്. നീ വളർന്നു പോയെന്ന് പറഞ്ഞിട്ട് സ്ത്രീയാണ് അവിടെ തന്നെ വലിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. ആ കുഞ്ഞു പിള്ളേർ എന്നെ അതിൻ്റെ അടുത്തോട്ട് അടുപ്പിച്ചില്ല ഗൈസ്. അടുത്തതായിട്ട് കുതിരക്ക് പുല്ല് കൊടുക്കലായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ഓരോ പുല്ലും വാങ്ങിപ്പോയി കുതിരക്ക് നിരനിരയായി നിന്നിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞനെ കാണാനില്ല. കുഞ്ഞൻ ഒട്ടകത്തിന് പുല്ല് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ഒട്ടകവും ഒട്ടക പശിയും പിന്നെ എന്തെന്നാ അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് അതിനെയൊക്കെ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് പുല്ലൊക്കെ കൊടുക്കാവേ.
പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്ന ഒട്ടകപ്പക്ഷീനെ എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ മാത്രം എനിക്ക് കുറച്ചിട്ടാണ് എല്ലാവരും മൈൻഡ് ചെയ്യണില്ലെന്ന് പറഞ്ഞ് പാവം ഒരു കഴുതക്കൂട്ടം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിയായിരുന്നു, ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ ഓടിപ്പോയി ഒരു പുല്ലെടുത്ത് അതികൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴുത എന്നൊക്കെ പറയുന്നത് വലിയ കുതിരനെ പോലത്തെ അത്ര ഉള്ളതായിരുന്നു കേട്ടോ. കഴുതനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടി അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയിലടാ നല്ല ക്യൂട്ട് കുഞ്ഞ് ആട്ടുകുഞ്ഞുങ്ങൾ. ആട്ടുകുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമിയുടെ സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആട്ടുകുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് കുഞ്ഞു ആടുകൾ കേട്ടോ. അതൊക്കെ എന്ത് പേരാണെന്ന് അറിയത്തില്ല. പിന്നെ അതേ ഒരു 4 കൊമ്പുള്ള ആട്, ആ ചെമ്മരിയാടിനെ പോലെ ഒരു മേലൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. തൊടുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരുന്നു കേട്ടോ. 4 കൊമ്പുണ്ടെങ്കിലും അത് നമ്മളെ കുത്താനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പാവം ആടായിരുന്നേ. നമ്മളിങ്ങനെ മേത്ത് തൊടുമ്പോഴൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും ആൾ നല്ല ക്യൂട്ടാണ്. നമുക്കിങ്ങനെ കുഞ്ഞാരിക്കാൻ തോന്നില്ല, നല്ല ചുച്ചു അതുപോലെ. എനിക്ക് തൊട്ടിട്ടും മതിയാവണുണ്ടായിരുന്നില്ല. ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന്. ആ മതിയെന്നും പറഞ്ഞ് ശ്രീയനെ വലിച്ചോണ്ട് പോയത് ദിവൻ്റെ അടുത്തോട്ടായിരുന്നു കേട്ടോ. എൻ്റെ പേരെന്തെന്നാ, ഇഗ്വാന. അത് തന്നെ. ആദ്യം ഞാൻ അങ്ങ് പേടിച്ച് നിന്നെങ്കിലും പിന്നെ ഞാൻ ചെന്നപ്പോൾ അതിൻ്റെ മുടിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വീണ്ടും എന്നെ എടുത്ത് കയ്യിൽ വെക്കുക. കുഞ്ഞനൊക്കെ ഇത് കണ്ടിട്ട് ഞെട്ടി നിൽപ്പുണ്ടായിരുന്നു. നിനക്ക് ഇത്രക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശ്രീ വലിയ പുള്ളിയൊക്കെ ആണെങ്കിലും ഇതൊന്നും ശ്രീ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ചെയ്തുള്ളൂ ഗൈസ്. പിന്നെ കുറെ ക്യൂട്ട് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയെങ്കിലും നമുക്കത് ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. കണ്ടോ, ഈ മീനിൻ്റെ ഒന്നും പേരറിയത്തില്ല, ഭയങ്കര വലിയതായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാമെന്ന് വിജേഷ് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും വേണം കേട്ടോ കുറഞ്ഞത് ഈ വയനാടെല്ലാം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം തിരക്ക് പിടിച്ച് വന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പ്ലാൻ ചെയ്യാണ്ട് വന്നൊരു യാത്രയുണ്ട്. നമുക്ക് അത്രക്കൊന്നും പറ്റിയില്ല. ഇനി ഒരിക്കൽ കൂടി നമ്മൾ 2 വീലറിന് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരണം കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ചെന്നാലും വെളുപ്പിനായിരിക്കും എത്തണം. എന്തായാലും വയനാട് വരണവരൊക്കെ ഈ വൈത്തിരി ഫാമിൽ എന്തായാലും ഒന്ന് മിസ്സാക്കാണ്ട് കയറണം. 200 250 അങ്ങനെ എങ്ങാണ്ടാണ് എൻട്രി ഫീസ് ഒരാൾക്ക്. പിന്നെ മൃഗങ്ങളെ പാമ്പിനെയും ഇതിനെയൊക്കെ എടുത്ത് മേത്തൊക്കെ വെക്കണതിനൊന്നും പൈസയൊന്നും വേണ്ട കേട്ടോ. അതെല്ലാം അവർ ഫ്രീ ആയിട്ട് വെച്ച് തരും. പിന്നെ അതേ ഫോട്ടോ ഒക്കെ എടുക്കും. നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് എടുത്ത് തരുന്നതായിരിക്കും. അതിന് എക്സ്ട്രാ എന്നൊരു പൈസയൊക്കെ ഉണ്ട്. അതൊക്കെ ചോദിച്ചിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും വലിച്ചു കൂട്ടി വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങുവാണ്. അന്നേരം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഇറങ്ങണ വഴി സന്ധ്യയായി. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ എന്തെന്നാണ് കഴിച്ചേ, എന്തെന്നാന്ന് ഇപ്പം ഞാൻ മറന്നുപോയി. പൊറോട്ടയും ചില്ലി ചിക്കനും അങ്ങനെ എങ്ങനെയൊക്കെ വെറൈറ്റി ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോരുവാണ്. ടാറ്റ ബൈ. ഒക്കെ സി യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.